അപ്പോൾ ഇയാളെ പറ്റി ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇയാൾ ഒളിവിലാണ്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു ടീം തന്നെ ഫോം ചെയ്ത് ഈ ബോഡി കരയ്ക്കെടുത്ത് അതിൻ്റെ ഇൻക്വസ്റ്റ് നടത്തി. എല്ലാവർക്കും അന്ന് ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും, ഏഷ്യാനെറ്റ് വഴിയും അന്നത്തെ ദൃശ്യമാധ്യമങ്ങളിലെ കൂടെ എല്ലാം ഇയാളുടെ പടം ഭയങ്കരമായിട്ട് ഒരു എക്സ്പോസ് ചെയ്ത് വന്നിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് 1000 രൂപയും മേടിച്ച് വേറൊരാളുടെ ടാക്സി കാറിൽ കയറിയിട്ടാണ് ഇയാൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുന്നത്. അപ്പോൾ ഈ മുടി വെട്ടിയ ആ തൊഴിലാളിയോടുണ്ടായിരുന്നു, കടയുടെ ഉടമസ്ഥനോടുണ്ടായിരുന്നു. എന്തായാലും പെട്ടെന്ന് തന്നെ ഇയാളെ തിരിച്ചറിയാണ്. പിന്നീടാണ് ഇയാൾ വയറ് കീറിയിട്ട് ഒരു പായിൽ പൊതിഞ്ഞ് കെട്ടിയാണ് കൊണ്ടുപോയത്. അതെല്ലാം രാത്രിയിലാണ്. രാത്രിയിൽ 2:30-ക്ക് 3 മണിക്ക് ഇടയ്ക്കുള്ളൊരു സമയത്താണ് ഇയാൾ ഈ കൃത്യം ചെയ്തത്. നമസ്കാരം, എൻ്റെ പേര് ആർ പ്രദീപ് കുമാർ. ഞാൻ കേരള പോലീസിൽ നിന്ന് അഡീഷണൽ SP ആയിട്ട് റിട്ടയർ ചെയ്തു. ഇപ്പോൾ 10 മാസമായി റിട്ടയർ ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ 28 വർഷക്കാലത്തെ സർവീസായിരുന്നു എനിക്ക് പോലീസിലുണ്ടായിരുന്നത്. ഞാൻ 20ാമത്തെ ബാച്ചിൽ സബ് ഇൻസ്പെക്ടറായിട്ടാണ് ജോലിക്ക് കയറുന്നത്. ആദ്യം തിരുവനന്തപുരം, പിന്നീട് കൊല്ലം, പിന്നീട് ക്രൈം ബ്രാഞ്ച്, സ്പെഷ്യൽ ബ്രാഞ്ച്, പിന്നെ പത്തനംതിട്ട, മലപ്പുറം, കോഴിക്കോട്, റെയിൽവേസ്, അങ്ങനെ ധാരാളം യൂണിറ്റുകളിൽ ജോലി ചെയ്താണ് എൻ്റെ സേവനകാലം അവസാനിപ്പിച്ചത്. എൻ്റെ സർവീസ് കാലത്തുടനീളം ധാരാളം പ്രമാദമായ കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട്. അതുപോലെ ഇൻസിഡൻറ്റുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഞാൻ SHO ആയിട്ട്, പോലീസിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് SHO ആയിട്ട് ആദ്യം വരുന്നത് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ്, കൊല്ലം ജില്ലയിൽ. അത് വളരെയധികം സന്തോഷപ്രദമായ ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ സർവീസിലുണ്ടായിരുന്ന കുറച്ച് സംഭവങ്ങളാണ് പെട്ടെന്ന് വരുന്നത്. അതിലിപ്പം ഏറ്റവും അവസാനമായിട്ട് ഞാൻ എന്നെ മൊഴി കൊടുത്ത് ശിക്ഷിച്ച ഒരു കേസുണ്ട്. ഒരു മർഡർ കേസായിരുന്നു. അത് തിരുവനന്തപുരത്തായിരുന്നു. 2009 കാലയളവിൽ അന്ന് ഞാൻ പൂന്തുറയിൽ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്ത് വരവേ ഇവിടെ ഈ വള്ളക്കടവ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, വലിയതുറ പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ അതിൻ്റെ അടുത്ത് ബോട്ട് വര എന്ന് പറയുന്നത് പാർവതി പുത്തനാറിൻ്റെ സമീപത്തുള്ള പഴയ ബോട്ട് വരയുണ്ട്. ഈ ബോട്ട് വരയ്ക്കടുത്ത് ഒരു 60 വയസ്സുള്ള ഒരാൾ, ഒരു കരീം എന്ന് പറയുന്ന ഒരാൾ, ഒരു ദിവസം രാവിലെ മരിച്ച് ആറ്റിൽ കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ആൾക്കാർ വലിയതുറ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. അന്നത്തെ അവിടുത്തെ അഡീഷണൽ SP ആയിട്ടുണ്ടായിരുന്ന ഒരു സതികുമാറായിരുന്നു. സതികുമാർ പെട്ടെന്ന് തന്നെ എന്നെ വിളിച്ചറിയിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഈ സംഭവ സ്ഥലത്ത് പാഞ്ഞെത്തിയിട്ട് അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ ഹൃദയഭേദകമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. കാരണം ഇത് ആരാണ് ഈ വെള്ളത്തിൽ കിടക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു. കാരണം വയറ് കീറിയ നിലയിൽ ഒരു ശരീരം, തലയില്ല, ആണ് ഈ പാർവതി പുത്തനാറിൽ കാണപ്പെട്ടത്. അപ്പോൾ അവിടെ ഒരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ ഈ പാർവതി പുത്തനാറിൻ്റെ 2 സൈഡിലുമായിട്ടാണ് ആളുകൾ താമസിക്കുന്നത്. വളരെയധികം ജനങ്ങളെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളവിടെ എത്തി. അപ്പം ഇത് ആരുടെയാണെന്ന് പോലും ശരിക്കും അറിഞ്ഞിട്ടില്ല. അപ്പോഴും അദ്ദേഹത്തിൻ്റെ മകൾ അന്നേരം അവിടെ ഇല്ലായിരുന്നു. അവർ വേറെ ഏതോ സ്ഥലത്ത് 2-3 ദിവസത്തേക്ക് പോയിരുന്നതാണ്, മകളും അവരുടെ മകളും കൂടെ. അപ്പോൾ അവർ രണ്ടുപേരും വന്നിട്ടാണ് ബോഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് പോലീസിനോട് പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾക്കത് കരീമാണെന്ന് മനസ്സിലായി. പിന്നീടാണ് ഇതിൻ്റെ അന്വേഷണത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നത്. അപ്പോൾ മനസ്സിലായത് അയാളുടെ മരുമകനായിട്ട്, അതായത് ഈ കരീം എന്ന് പറയുന്ന ആളുടെ മകളുടെ മകളെ അടുപ്പം കൂടി കല്യാണം കഴിച്ച് എന്ന് ഭാവേന താമസിച്ചു വന്നിരുന്ന ഒരു സിയാദ് ഉണ്ടായിരുന്നു. അന്നേക്ക് 22 വയസ്സാണ് പ്രായം. 2009 22 വയസ്സ്. അപ്പോൾ ഈ ആളാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് ഞങ്ങൾക്കൊരു ചെറിയൊരു സൂചന കിട്ടി. അപ്പോൾ ഇയാളെ പറ്റി ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇയാൾ ഒളിവിലാണ്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു ടീം തന്നെ ഫോം ചെയ്ത് ഈ ബോഡി കരയ്ക്കെടുത്ത് അതിൻ്റെ ഇൻക്വസ്റ്റ് നടത്തി. അപ്പോൾ അതിനകത്ത് വയറ് കീറി കുടലുമാലയെല്ലാം പുറത്തു വന്നു. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ കാണപ്പെടുന്നത്. അപ്പോൾ എല്ലാം കണ്ട് പോസ്റ്റ്മോർട്ടത്തിന് പരിശോധനയ്ക്കായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. എന്നിട്ട് അവിടെ എയ്ഡ് പ്രോസിക്യൂഷൻ പോലീസുകാരന് ഉണ്ടായിരുന്ന ആളെ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ അയക്കുകയും ചെയ്തു. എന്നിട്ട് ഈ പ്രതിയെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇയാളെ യാതൊരു തരത്തിലും ഇയാളവിടെ ആ പ്രദേശത്തെവിടെയും കാണാനില്ല. അപ്പോൾ അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങളിങ്ങനെ അന്വേഷിച്ചു. 2-3 ദിവസം, 3ാമത്തെ ദിവസത്തോളമായി.
അപ്പോൾ അതുവരെയും ഈ തല കിട്ടുന്നില്ല. അപ്പോൾ തല കിട്ടിയാൽ മാത്രമേ പോലീസിൻ്റെ മൊത്തം ഫുള്ളായിട്ടുള്ള ആ പ്രൊസീജിയർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് അന്വേഷണം ശരിക്കും വേണ്ട വിധത്തിൽ നടത്താനും പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭയങ്കരമായിട്ട് തിരക്കിയിട്ട് ഓരോ ടീം 2-3 ടീമായിട്ട് തിരിഞ്ഞ് ഓരോ രീതിയിലുള്ള അന്വേഷണം നടത്തി വരികയായിരുന്നു ഓരോ സ്ഥലങ്ങളിൽ. അപ്പോൾ ഇപ്പം സ്പെഷ്യൽ ബ്രാഞ്ചുകാർ, അന്നത്തെ എൻ്റെ സ്റ്റാഫ്, സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും ഭയങ്കര അശ്രാന്ത പരിശ്രമത്തിലായിരുന്നു. ഞങ്ങൾ പിന്നെ സ്വന്തം വണ്ടികളായും പോലീസ് വണ്ടികളും എല്ലാം ഉപയോഗിച്ച് നാനാ ദിക്കുകളിലേക്കും പോയി ഇങ്ങനെ അന്വേഷണം നടത്തി വരികയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾക്കൊരു വിവരം കിട്ടുന്നു, ഇയാൾ കരമന അവിടെ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ എൻ്റെ ടീമിലുള്ള പോലീസുകാരും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടെ ഇവിടെ പാഞ്ഞെത്തി. അവർ വന്നിട്ട് ഇയാളെ തടഞ്ഞു നിർത്തിയിട്ട് അപ്പോഴത്തേനും ഞാൻ അതിൻ്റെ പുറകിലെത്തിച്ചേർന്നു. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴത്തേനും ഇയാൾ തന്നെയാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇയാൾ തല മുണ്ടനം ചെയ്തിരുന്നു, അതായത് മുട്ടയടിച്ചിരുന്നു. അപ്പോൾ അത് ഒരുപക്ഷെ അന്നത്തെ നമ്മുടെ എല്ലാവർക്കും അന്ന് ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും. ഏഷ്യാനെറ്റ് വഴിയും അന്നത്തെ ദൃശ്യമാധ്യമങ്ങളിലെ കൂടെ എല്ലാം ഇയാളുടെ പടം ഭയങ്കരമായിട്ട് ഒരു എക്സ്പോസ് ചെയ്ത് വന്നിട്ടുള്ളൊരു സംഭവമാണ്. പറഞ്ഞാൽ അത്രയ്ക്കും ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകിയാണ് ഇയാൾ. അതിൻ്റെ ഹാർഡ് കോറാണ് ഇയാൾ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അന്വേഷണം നടത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇയാളെ ബോഡിയെല്ലാം എക്സാമിൻ ചെയ്തപ്പോൾ ഇയാളുടെ ട്രെയിൻ ടിക്കറ്റുകളും കുറച്ച് ചെറിയ അഡ്രസ്സുകൾ ഒക്കെ നമുക്ക് കിട്ടി. മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇയാളെ വിളിച്ചിട്ടുള്ള ആളുകളെയൊക്കെ ഞങ്ങൾ നോക്കി. അപ്പോൾ ഇയാളുടെ സുഹൃത്തുക്കളുടെ നിന്ന് 1-2 പേരുടെ അടുത്തൊക്കെ ഇയാൾ ഈ സംഭവത്തിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് 1000 രൂപയും മേടിച്ച് വേറൊരാളുടെ ടാക്സി കാറിൽ കയറിയിട്ടാണ് ഇയാൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിന്നെ അങ്ങ് ട്രെയിൻ കയറി ആലുവയ്ക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് മാറി മറ്റേ എനിക്ക് തോന്നുന്നു ചാലക്കുടിയാണോ ഇത് ആ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് ഒരു ബാർബർ ഷോപ്പിൽ ഇറങ്ങിയിട്ട് ആണ് ഇയാൾ തല മുണ്ടനം ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ വിവരം ഇങ്ങനെ അറിഞ്ഞ് അവിടെ ചെന്നപ്പോൾ അപ്പോൾ ഈ മുടി വെട്ടിയ ആ തൊഴിലാളിയും അവിടെ ഉണ്ടായിരുന്നു, കടയുടെ ഉടമസ്ഥനും അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും പെട്ടെന്ന് തന്നെ ഇവർ ഇയാളെ തിരിച്ചറിയാണ്. ഇയാൾ അന്ന് ഞങ്ങളുടെ കടയിൽ നിന്ന് ഞങ്ങളാണ് മുടി ഇങ്ങനെ മുണ്ടനം ചെയ്തത്. അപ്പോൾ ഇയാളെന്തോ ഒരു സംഭവത്തിൽ പെട്ടിട്ടാണ് വന്നതെന്ന് ഞങ്ങൾക്കൊരു ചെറിയൊരു സൂചന ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാളുടെ ഒരു ശരിക്കും ഒന്നിലും ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാത്ത ഒരു മനോഭാവത്തിലാണ് വന്നത്. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചോളം ഈ സബ്സിക്വൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഒരു ഗണത്തിൽപ്പെടുന്ന ഒരു സ്വഭാവ രീതിയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യവുമില്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുക, ഇങ്ങനെ കുറ്റം ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെ സാധാരണ നമ്മൾ യൂഷ്വലി ചെയ്യാത്ത കുറേ കാര്യങ്ങളായിരുന്നു ഇയാൾ അന്ന് ചെയ്തത്. അപ്പോൾ അതെല്ലാം അന്ന് ഞങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റി. ഇവരുടെ എല്ലാം മൊഴി ഞങ്ങൾ രേഖപ്പെടുത്തി. അപ്പോൾ അങ്ങനെ ഇയാൾ തന്നെയാണ് ഈ കുറ്റം ചെയ്തതെന്നും തുടർന്ന് ഇയാളെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് തല കിട്ടിയിട്ടില്ല. ഇത് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ 3ാമത്തെ ദിവസം ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ ഇയാൾ കുറ്റം സമ്മതിച്ചു. അപ്പോൾ ഞാൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന്. അപ്പോൾ ആദ്യം ഒരു വലിയ ഒരു കല്ല് എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ 2 കൈ കൊണ്ടും എടുത്ത് പൊക്കാവുന്ന ഒരു കല്ല് കൊണ്ടുവന്നിട്ട് ഇയാളുടെ കരീമിൻ്റെ തലയ്ക്ക് ഇടിച്ച് തറയിലിടുകയായിരുന്നു. അപ്പോൾ ഏകദേശം ഒരല്പം ആരോഗ്യം കുറഞ്ഞ ഒരാളാണ്. അപ്പോൾ തന്നെ മിക്കവാറും മരിച്ചിരിക്കാനുള്ള സാധ്യതയാണ്. പിന്നീട് ഒരു വലിയ കത്തി, ഒരു വളഞ്ഞ കത്തി ഉണ്ടായിരുന്നു. ഈ കത്തി കൊണ്ടുവന്നിട്ട് ഇയാൾ കഴുത്ത് വെട്ടി അങ്ങ് മാറ്റിയിട്ട് ഇതിനെ ഒരു പച്ച പ്ലാസ്റ്റിക് കവറിലിട്ട് പൊതിഞ്ഞ് എടുത്ത് പാർവതി പുത്തനാറിൽ ആരും കാണാത്തൊരു സ്ഥലത്ത് കൊണ്ട് ഇട്ടു. അപ്പോൾ ഇതെല്ലാം ഇയാൾ ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. പിന്നീടാണ് ഇയാൾ വയറ് കീറിയിട്ട് ഒരു പായിൽ പൊതിഞ്ഞ് കെട്ടിയാണ് കൊണ്ടുപോയത്. അതെല്ലാം രാത്രിയിലാണ്. രാത്രിയിൽ ഒരു 2:30-ക്ക് 3 മണിക്ക് ഇടയ്ക്കുള്ളൊരു സമയത്താണ് ഇയാൾ ഈ കൃത്യം ചെയ്തത്. അപ്പോൾ പോകുന്ന വഴി ഇയാളുടെ സഹോദരിയും ഇയാളുടെ അളിയനും, അതായത് പെങ്ങളുടെ ഭർത്താവും ഇത് കണ്ടതായിട്ട് ഞങ്ങൾക്കൊരു സൂചന കിട്ടി. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇവരെ കണ്ടു ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇതെല്ലാം അഡ്മിറ്റ് ചെയ്തു, ഇയാളെ ഇങ്ങനെ ചെയ്തതാണ്, ഇങ്ങനെ പായിൽ പൊതിഞ്ഞ് കെട്ടി തലയില്ലാത്ത ശരീരം ഇങ്ങനെ കൊണ്ടുപോയി. അത് ഞങ്ങൾ പോലീസിന് അങ്ങനെ മൊഴിയും കൊടുത്തായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അന്നേരെ സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ഇവർ ഇവൻ്റെ സഹോദരിയും അളിയനുമാണല്ലോ, ഒരു കൂറുമാറും, മറ്റാരും ഇത് കണ്ടിട്ടുമില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ നിയമപ്രകാരം അന്ന് CRPC 164 എന്ന് പറയും. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ അപേക്ഷ നൽകിയിട്ട് ഇവരുടെ 164 സ്റ്റേറ്റ്മെൻറ്റ് തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അവരത് കൂറുമാറിയെങ്കിലും അത് തെളിവിലേക്ക് വരികയാണ് ഉണ്ടായെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ എന്തായാലും ഇയാളെ കൊണ്ടുവന്ന് തല റിക്കവർ ചെയ്ത് ഞങ്ങളത് 27 റിക്കവറി എവിഡൻസ് ആക്ടിനകത്ത് 27 പറയുന്നത് ആ റിക്കവറി പ്രതിയെ കൊണ്ട് തന്നെ എടുപ്പിച്ചു തല.
പ്രത്യേക ഒരു സ്ഥലത്തു നിന്ന് ഒരു കവറിൽ കിട്ടിയ നിലയിൽ അഴുകിയ നിലയിലായിരുന്നു. അപ്പോൾ പിന്നീട് ഒരു ബുദ്ധിമുട്ടുണ്ട്. അതായത് ഇപ്പം നോർമലായിട്ട് ലഭിക്കുന്ന ഒരാളുടെ തലയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഇന്ന ആളുടെ തലയാണെന്ന്. പക്ഷേ ഇതിനകത്തുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് അഴുകി വീർത്ത് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രൂപമായിരുന്നു. കാരണം വെള്ളത്തിൽ കിടന്നാൽ നമുക്കറിയാം 3 ദിവസം കിടന്നാൽ എന്താ സംഭവിക്കാന്നുള്ളത്. അപ്പോൾ അതിന് ഞങ്ങൾ തെളിവിൽ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ തലയുടെയും ബോഡിയുടെയും DNA പ്രത്യേകം പരിശോധന നടത്തി രണ്ടും ഒരാളിൻ്റെ ആണെന്ന് തെളിയിക്കാനുള്ള പരിശോധന നടത്താനായിട്ട് ഞങ്ങൾ ഫോറൻസിക്കിന് ഡിപ്പാർട്ട്മെൻറ്റിന് ലെറ്റർ നൽകി. അപ്പോൾ ഞാൻ നേരിട്ട് പോയി നമ്മുടെ ഡോക്ടർ ശ്രീകുമാരി മാഡമായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം, കേരളം കണ്ട ഏറ്റവും നല്ല ഒരു ഫോറൻസിക്കിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഡോക്ടർ ശ്രീകുമാരി മാഡം. അപ്പോൾ മാഡം ഞാനുമായിട്ട് ദീർഘനേരം ഇരുന്ന് സംസാരിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, അപ്പം ഇതിൻ്റെ മരിച്ചത് എങ്ങനെയാണെന്നുള്ളത് ഡോക്ടർ ഞങ്ങൾക്ക് അത് വെളിവാക്കി തരികയായിരുന്നു. അതായത് ആദ്യം ഒരു ഭാരമുള്ള ഒബ്ജക്റ്റ് കൊണ്ടാണ് ഇടിച്ചത് എന്നാണ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അന്വേഷണത്തിൽ പിന്നീട് പോയി പ്രതിയെ കൊണ്ടുവന്ന് മൊഴിയെടുത്ത് അയാൾ എടുത്തപ്പോഴത്തേനും ഒരു കല്ല് വെച്ചാണ് ആദ്യം ഇടിച്ചതെന്ന് കാണിച്ചു തന്നു. അപ്പോൾ അങ്ങനെ ആ കല്ല് ഞങ്ങൾ 27 CRPC എവിഡൻസ് ആക്ട് പ്രകാരം ഞങ്ങളത് ബന്ധോസിലെടുത്തു. അതുകൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ച് തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇതേ ആയുധം കൊണ്ട് തന്നെയാണ് തലയ്ക്ക് ഇടിച്ചതെന്ന്. അപ്പോൾ ഒരു സ്കൾ എനിക്ക് തോന്നുന്നു ഒരു 16 പീസായിട്ട് പൊട്ടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം മാഡം ഞങ്ങൾ കാണിച്ചു തന്നു. അപ്പോൾ അതെല്ലാം കണ്ടു. അങ്ങനെ ആ വെപ്പൺ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. പിന്നീടാണ് കഴുത്ത് കട്ട് ചെയ്തതും വയറ് കീറിയതെല്ലാം പോസ്റ്റ്മോർട്ടം കട്ടിങ്ങാണ്, അതായത് മരണത്തിന് ശേഷം അയാൾ ചെയ്ത കട്ടിങ്ങാണെന്ന് മനസ്സിലായി. അതങ്ങനെ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്ത് അങ്ങനെയാണ് പിന്നീട് ഇത് DNA ടെസ്റ്റിന് ഞങ്ങൾ അയച്ചു. അപ്പോൾ അങ്ങനെ DNA പരിശോധനയിലാണ് ഇത് കരീമിൻ്റെ തന്നെ തലയും ഉടലും ആണെന്നും ഈ കരീമിൻ്റെ തന്നെ പിന്നെ സഹോദരങ്ങളുടെയും ഞങ്ങൾ സഹായം തേടിയിരുന്നു. അവരുടെയും കൂടെ DNA ഞങ്ങൾ പരിശോധിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് ഇത് ഇന്നാരാണെന്ന് തന്നെ ഉറപ്പായിട്ട് പ്രൂവ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ മരണപ്പെട്ട വ്യക്തി ഇന്നാരാണെന്ന് കോടതിയിൽ അത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയധികം ഞങ്ങൾ അതിൻ്റെ പുറകിലായിരുന്നു. പിന്നീട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വലിയതുറ പോലുള്ളൊരു പോലീസ് സ്റ്റേഷനിൽ ഭയങ്കര തിരക്കുള്ള ഒരു സർക്കിളും കൂടെയാണ്. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു 2009 പാർലമെൻറ്റ് ഇലക്ഷൻ്റെ സമയത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത്. എന്തായാലും വളരെ നല്ല രീതിയിൽ അന്ന് എനിക്ക് ഈ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട 2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, എൻ്റെ ഗുരുനാഥന്മാർ കുറേ പേരുണ്ട്. കാരണം പോലീസ് സർവീസിൽ ഇത് എവിടെയും അങ്ങനെ ഒന്ന് ലിഖിതമാക്കി വെച്ചിട്ടില്ല നടപടികളെല്ലാം ഒന്നും. പല സംഭവങ്ങളും പലരുടെയും അവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ തന്നെ എൻ്റെ ഗുരുസ്ഥാനത്തുണ്ടായിരുന്ന ജനരാജൻ സാറുണ്ട്, കൊല്ലത്ത് സ്വദേശിയാണ് അദ്ദേഹം. KN ജനരാജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. SP ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. അദ്ദേഹത്തിനെ ആദ്യം ഞാൻ വിളിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം കുറേ നിർദ്ദേശങ്ങൾ എനിക്ക് തന്നിരുന്നു. പിന്നീട് അന്നത്തെ DCP ആയിട്ടിരുന്ന തോമസ് ജോളി ചെറിയാൻ, അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നു. അപ്പോൾ അന്ന് ശരിക്കും അദ്ദേഹം വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, കത്തി, ഈ കഴുത്ത് വയറ് വെട്ടിക്കീറാൻ ഉപയോഗിച്ച കത്തി, അതായിരുന്നുള്ള ആയുധം, അതൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് നാളെ ഇന്നേ വരെ അത് കിട്ടിയിട്ടുമില്ല. കാരണം അത് എവിടെയോ എറിഞ്ഞു കളഞ്ഞെന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ അത് അതിനകത്ത് ഒറിജിനലായിട്ട് കിട്ടുന്നത് മാത്രമേ എടുക്കാവൂ എന്നുള്ള നിർദ്ദേശങ്ങളാണ് അന്ന് എൻ്റെ ഗുരുനാഥന്മാരെ എല്ലാവരും എനിക്ക് തന്നു. പിന്നീട് എനിക്ക് കൂടുതൽ ഉപദേശങ്ങൾ തന്നതെന്ന് പറഞ്ഞാൽ, അന്നത്തെ അസിസ്റ്റൻറ്റ് കമ്മീഷണറായിരുന്ന ശ്രീ CG സുരേഷ് കുമാറായിരുന്നു. അദ്ദേഹം SP ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഓരോന്നും എങ്ങനെയാണ് എഴുതേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് 164 എങ്ങനെയാണ് എടുക്കേണ്ടത്, എല്ലാ പ്രൊസീജിയറും ഞങ്ങൾക്ക് ഉപദേശിച്ച് തന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ ധാരാളം ഉപദേശങ്ങൾ ഞങ്ങൾക്ക് എന്തായാലും ആ സമയത്ത് കിട്ടി. അങ്ങനെ ഇതെല്ലാം വെച്ചിട്ടാണ് ആ കേസ് ഞാൻ അന്വേഷിച്ചതും. പിന്നീട് എനിക്ക് ശേഷം വന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരത് ചാർജ് ഷീറ്റ് ഹാജരാക്കി. ഇപ്പോഴേ കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു തിരുവനന്തപുരം കോടതിയിലായിരുന്നു ഇതിൻ്റെ വിസ്താരം നടന്നത്. എന്തായാലും അവിടുത്തെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ ശ്രീ AR ഷാജി അവർ വളരെ നല്ല രീതിയിൽ കേസ് നടത്തി. പിന്നെ അതുപോലെ തന്നെ അവിടെ എയ്ഡ് പ്രോസിക്യൂഷന് ഞങ്ങളെയൊക്കെ സഹായിക്കാനുണ്ടായിരുന്നത് ഒരു സവിത്ത് എന്ന് പറയുന്ന ഒരു SI ഉണ്ടായിരുന്നു. ആ SI ആണ് ഈ സാക്ഷികളെയെല്ലാം കോടതി മുമ്പാകെ കൊണ്ടുവരാനും പ്രോസിക്യൂട്ടറുടെ കൊണ്ടുവന്ന് കേസുകളെ പറ്റി അവരെ പറഞ്ഞ് പഠിപ്പിക്കുവാനും എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിരുന്നു.
അപ്പോൾ അങ്ങനെ ഒരു മികച്ച ഒരു ടീം വർക്കിലൂടെ എന്തായാലും ഈ കേസ് നന്നായിട്ട് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാനും നല്ല രീതിയിൽ മൊഴി കൊടുക്കാനും ഈ ഫെബ്രുവരി മാസം ആ കേസ് ശിക്ഷിപ്പിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. അത് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു. അത് ഇങ്ങനെ പര്യവസാനിച്ചതിൽ വളരെയധികം ചാരിതാർത്ഥ്യം എനിക്കുണ്ട്.